2 മാങ്ങ ദാ പൾപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദാ അനിമയുടെ 2 സ്പൂൺ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഞാൻ അതൊന്ന് പൊടിച്ച് വെച്ചേക്കുവാണേ. ഇങ്ങനെ ആക്കിയാലും നല്ലപോലെ ഇതാകും. നമുക്ക് തരിയൊന്നും ഇല്ലാതെ ഒഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. നിങ്ങളിപ്പോൾ വെള്ളം കാച്ചണപ്പോഴും അല്ലെങ്കിൽ വെള്ളം നീട്ടി നമ്മൾ ഇപ്പോൾ ഇനി ചൂടുകാലമല്ലേ, ഈ ചൂടുകാലത്ത് ശരിക്കും കൂവപ്പൊടിയൊക്കെ കുടിക്കണം. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇനി വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഭയങ്കര ചൂടില്ല. അപ്പോൾ പച്ചവെള്ളം കുടിക്കുന്നതിന് വരെ ഇച്ചിരി ഒരു 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ കൂവെള്ളമൊക്കെ കുടിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആനിയമ്മ തന്നതാണ്. ഇത് തൊട്ട് പോരുമെന്ന് അവൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് ഞാൻ വേറെ തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടാണ് ഇപ്പോൾ പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ നല്ല ഒറിജിനൽ സാധനം, അവൾ ഉണ്ടാക്കിയ സാധനം അവിടെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ലീഫി കേരളയുടെ നമ്പർ അറിയത്തില്ലേ, വാങ്ങിച്ചോ കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം മാമ്പഴത്തിൻ്റെ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, നമ്മൾ പഞ്ചസാര ചേർത്താണ് ഉണ്ടാക്കുന്നത്. ആ കളറൊക്കെ മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടി. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഇന്നുണ്ടാക്കുന്നത്. കൂവയും നല്ല സാധനങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ കരിപ്പെട്ടി ചക്കരയില്ലേ, ആ കരിപ്പെട്ടി ചക്കരയാണ് ഞാൻ ഉരുക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നെല്ലാം ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ മാമ്പഴത്തിൻ്റെ ഹൽവ ഉണ്ടാക്കുമ്പോൾ ആ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര തന്നെ ചേർത്തോ. പക്ഷെ ഞാൻ ഇന്നിപ്പം കരിപ്പെട്ടി ചക്കരയിലാണ് ഹൽവ ഉണ്ടാക്കുന്നത്. പാൻ എടുപ്പ് വെച്ചു, അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇനി നമ്മുടെ മാമ്പഴം ഇല്ലേ, തീയൊക്കെ കുറച്ച് വെക്കണം കേട്ടോ. മാമ്പഴം ഇട്ട് കൊടുക്കാവേ. പൾപ്പാക്കി വെച്ചിരിക്കുന്ന മാമ്പഴം ഇല്ലേ, അതിനെ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ ആ ജലാംശം ഒന്ന് പൊക്കോട്ടെ. ഒരുപാടുണ്ടാക്കുന്നവർ വലിയ പാത്രം എടുത്തോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലാകെ ആ 2 മാമ്പഴം ഉണ്ടായിരുന്നുള്ളേ, അത് വെച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കുക. ഇതിനകത്ത് ജലാംശമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇല്ലേ, നമുക്ക് നമ്മുടെ കൂവപ്പൊടിയില്ലേ 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കട്ടയില്ലാതെ നമുക്കൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തണം. കണ്ടോ, നല്ല കളറുള്ള കണ്ടോ, പ്യുവർ വൈറ്റ് നല്ല കൂവപ്പൊടിയാണ് കേട്ടോ. നല്ല സാധനമാണ്. നമ്മുടെ ലാത്തിക്കൂവയാണിത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇത് 2ഉം കൂടെ അതിനകത്ത് കിടന്നങ്ങ് മിക്സ് ആയിക്കോട്ടെ. ഇതൊന്ന് ഇതിനോട് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കരിപ്പെട്ടി ചക്കരയും കൂടെ അതിനകത്തോട്ടങ്ങ് ഒഴിച്ചേക്കാം. ഈ സമയത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാൻ താല്പര്യമെങ്കിൽ അത് ചേർത്തോളൂ. പക്ഷെ ഞാനിവിടെ കരിപ്പെട്ടി ഇതാ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചേക്കുവാണേ. അതും കൂടെ മധുരത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ആ മഞ്ഞ കളറൊന്നും കിട്ടത്തില്ല കേട്ടോ മാമ്പഴത്തിൻ്റെ, ഇത് ആ കറുപ്പ് കളറിലേ കിട്ടുള്ളൂ. മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ ഇനി ഒന്ന് നല്ലപോലെ സെറ്റായിക്കോട്ടെ. നമ്മുടെ അലുവയൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോഴത്തേനും കുറച്ച് നെയ്യ് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണേ. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ 2 മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചാൽ കേട്ടോ. വീട്ടിൽ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേനും ഇഷ്ടം പോലെ മാങ്ങയാവുമല്ലോ. അപ്പം ഈ മധുരം പഞ്ചസാര അങ്ങോട്ട് മാറ്റിയിട്ട് ഈ കരിപ്പെട്ടി ചക്കരയോ ശർക്കരയൊക്കെ ചേർത്തിട്ട് അലുവയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. ഇത് വെക്കേഷനാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മധുരം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പഞ്ചസാര ഇച്ചിരി ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ചെയ്താൽ അതേപോലെ ടേസ്റ്റാണ് ഇതിന്. പക്ഷേ കളറ്, മാമ്പഴത്തിൻ്റെ ആ കളറ് നമുക്ക് കിട്ടത്തില്ല എന്നേ ഉള്ളൂ. അങ്ങനെ വേണം എന്നുള്ളത് ഉള്ളവർ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇത് കൂവൊക്കെ ആയതുകൊണ്ട് ഹെൽത്തി അല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് ചേർത്ത്. നമ്മുടെ മാമ്പഴം അതുപോലെ തന്നെ കൂവ ഹൽവ ദാ
റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ആയിട്ടില്ല, കുറച്ചും കൂടി ആവണം. ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരിച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ നല്ലതാണ്, ഒരു രസമുണ്ട്. അതും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഇതിനകത്ത് വയ്ക്കാനൊന്നും ഇല്ല കേട്ടോ, നമുക്കൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളേ. കൂടുതൽ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ. ഇച്ചിരി കൂടെ മുറുകാനുണ്ട്, മുറുകിക്കോട്ടെ. ഇച്ചിരി സമയം എടുത്ത് ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മുടെ അലുവ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് അതിനകത്ത് നമ്മൾ ഒഴിച്ച ആ നെയ്യൊക്കെ അല്ലെങ്കിൽ എണ്ണ കിനിഞ്ഞ് വരാൻ തുടങ്ങുമ്പം നമ്മുടെ അലുവ റെഡിയായി എന്നുള്ളതാണ്. ഒരുപാട് മൂത്ത് പോയാൽ അലുവയുടെ മൂത്ത് പോയാൽ അലുവ ഒരു രസം ഉണ്ടാവില്ല. ഇത് ഇച്ചിരി ആണെങ്കിലും ഒത്തിരി ആണെങ്കിലും സമയമെടുത്ത് തന്നെ ഉണ്ടാക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. ഇതാ നോക്കിയേ, ഇതിനകത്ത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അല്ലെങ്കിൽ നെയ്യൊക്കെ പുറത്തേക്ക് കിനിഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴാണ് അലുവ പാകമാകുന്നത്. അപ്പം ഇതാ നമ്മുടെ അലുവയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ കണ്ടോ പുറത്തേക്ക് വന്നു തുടങ്ങി. ഞാൻ ഒരുപാട് ഒഴിച്ചില്ലായിരുന്നു, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അത് ദാണ്ടതേ കണ്ടോ പുറത്തേക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ അലുവ ഇനിയും ഒരു വലിയ മോൾഡിലേക്ക് മാറ്റാനൊന്നും ഉള്ളതില്ലാത്തത് കൊണ്ട് ഒരു പ്ലേറ്റിൽ തന്നെ വെച്ച് കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്തോണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂ അല്ലെങ്കിൽ ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ ചിലപ്പോൾ ഇത് മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇനിയും നമ്മുടെ അലുവയുടെ ഈ മിക്സ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് പ്ലേറ്റിൽ സെറ്റ് ചെയ്യാം. കുറച്ചേ ഉള്ളതുകൊണ്ടാണേ ഇത്രയും. എല്ലായിടും ഒന്ന് നിരത്തി കൊടുക്കണേ ഒരേ ഷേപ്പിൽ. ഇനി നമ്മുടെ ബാക്കിയുള്ള കാഷ്യും കൂടെയൊക്കെ അങ്ങ് ഇട്ടേക്കാവേ സ്റ്റൈലിന് വേണ്ടി. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പഞ്ചസാര ഒഴിവാക്കിയിട്ട് കരിപ്പെട്ടി ചക്കരയോ ശർക്കരയോ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മാമ്പഴത്തിൻ്റെ ആ കളറ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ, ടേസ്റ്റും എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ ആരോഗ്യമാണല്ലോ പ്രധാനം. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള പഞ്ചസാര ചേർത്തുണ്ടാക്കുക, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇതാ നല്ല അടിപൊളി ഒരു കൂവ മാമ്പഴ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.